കേരള മനസ്സാക്ഷിയെ ഞെട്ടിക്കുന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഈ വാർത്ത കേട്ട് ഒരിറ്റു കണ്ണുനീർ വരാത്തവർ വളരെ കുറവായിരിക്കും. തിരുവനന്തപുരം നെടുമങ്ങാട് ഹർഷിതി എന്ന് പറയുന്ന പൊന്നുമോനെ സ്വന്തം അമ്മയും രണ്ടാനച്ഛനും കൂടെ അതിക്രൂരമായി പീഡിപ്പിച്ചു കൊന്നു. ഒരു മനുഷ്യന് ഇതിന് കഴിയില്ല. മൃഗവുമായും അവനെ കൂട്ടിക്കെട്ടാൻ പാടില്ല. മൃഗത്തെക്കാൾ അധപതിച്ചവനാണവൻ. മൃഗത്തെക്കാൾ അധപതിച്ചവൻ മനുഷ്യരുടെ ഇടയിൽ നടക്കാൻ അർഹനല്ല. രണ്ടാനച്ഛൻ്റെ പേര് അഷ്കർ എന്നാണ്. ഇവൻ ആദ്യമായിട്ടല്ല ഒരു മനുഷ്യൻ്റെ ജീവിതം ഇല്ലാതാക്കുന്നത്. ഇവൻ ആദ്യം ഒരു വിവാഹം കഴിച്ചിരുന്നു. ഇന്ന് ആ പെണ്ണ് ഒന്ന് സംസാരിക്കാൻ പോലും പറ്റാതെ, എഴുന്നേറ്റ് നിൽക്കാൻ പോലും കഴിയാതെ വീൽചെയറിൽ കഴിയുകയാണ്. ഇനി ഇവൻ കാരണം ഒരു ജീവിതവും ഇല്ലാതാകാൻ പാടില്ല. ഇതുപോലുള്ള ആളുകൾക്ക് പേടി വരുന്ന തരത്തിലുള്ള ശിക്ഷ അവന് കിട്ടട്ടെ. എങ്ങനെയാണ് ഒരു മനുഷ്യന് ഇത്രത്തോളം ക്രൂരനാകാൻ കഴിയുന്നത്? ആരോട് ദേഷ്യമുണ്ടെങ്കിലും ഒരു മനുഷ്യന് കുട്ടികളുടെ നിഷ്കളങ്കമായ മുഖം കാണുമ്പോൾ എത്ര കടുത്ത ഹൃദയത്തിലും ഒരു കുളിര് അനുഭവപ്പെടുകയില്ലേ? കുട്ടികളുടെ ആ നിഷ്കളങ്കമായ മുഖം കണ്ടിട്ട് മനസ്സിൽ ഒരു അലിവ് തോന്നാത്തവൻ ഒരിക്കലും സമൂഹത്തിൽ ജീവിക്കാൻ അർഹനല്ല. കുട്ടിയെ വേണ്ട എങ്കിൽ ഇന്ന് അവരെ ഏറ്റെടുക്കാൻ എന്തൊക്കെ മാർഗങ്ങളുണ്ട്? നിരവധി സംഘടനകളുണ്ട്. ഗവൺമെൻറ് നിയന്ത്രണത്തിൽ തന്നെ അവരെ ഏറ്റെടുക്കാൻ നിരവധി പദ്ധതികളുണ്ട്. എന്നിരിക്കെ എന്തിന് അവർ കുട്ടികളോട് ഈ ക്രൂരത കാണിക്കുന്നു?